അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ ഒരു മകനെ ഓർത്തുകൊണ്ട് കരഞ്ഞ വാപ്പയുടെ കഥ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് പറ്റിയിട്ട് കണ്ണിന്റെ കാഴ്ചശക്തികൾ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിന്റെ കഥ പറയുന്ന ഒരു സൂറത്തുണ്ട്. സ്വന്തം സഹോദരന്മാരുടെ ചതിയിലകപ്പെട്ടുകൊണ്ട് കിണറിലെറിയപ്പെട്ട് കിണറിൽ നിന്ന് കച്ചവട സംഘത്തിന്റെ കൈകളിലകപ്പെട്ട് സ്വന്തം ശരീരത്തെ വിലപേശി വിൽക്കുന്ന ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്ന യുവാവിനെ ആഗ്രഹിച്ചുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിക്കൊണ്ട് പിടിക്കാൻ ചെന്ന ഒരു രാജകുമാരിയുടെ ചരിത്രമുണ്ട്. നാട്ടിൽ കൊടും വരൾച്ചയും പട്ടിണിയും വ്യാപിച്ചപ്പോ വീണ്ടും ചതിച്ച് വലിച്ചെറിഞ്ഞ സഹോദരന്റെ അടുക്കിലേക്ക് ദയാദാക്ഷിണ്യത്തിന് വേണ്ടിക്കൊണ്ട് പോയ സഹോദരങ്ങളുടെ ചരിത്രമുണ്ട്. കരഞ്ഞു കണ്ണുനീരൊലിച്ചത് കാരണമായി കണ്ണു പറ്റിപ്പോയി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട പിതാവിന് കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത ചരിത്രം പറയുന്ന ഖുർആനിലൊരു സൂറത്ത്, ആ സൂറത്താണ് പരിശുദ്ധമായ സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കിസ്സയിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നു, യൂസുഫ് നബി സൂറത്തിലെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൂറത്തിൽ 3 കുപ്പായങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനല്ലാഹ് 3 കുപ്പായങ്ങൾ, 3 ഖമീസുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ചെറിയൊരു ലഘു വിവരണം മാത്രം ഈ എളിയവൻ നടത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ആ ആയത്തൊന്ന് ഓതി കേൾപ്പിക്കാം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫില്, ആ സൂറത്ത് യൂസുഫിൽ ആദ്യമായി കൊണ്ട് ഖമീസിനെ കുറിച്ച് പരിഗണിക്കുന്ന പ്രതിപാദിക്കുന്ന ഒരു ആയത്തുണ്ട്. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു യൂസുഫ് സൂറത്തിലെ 18-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ, കളവുമായ രക്തം പുരട്ടിയ, വ്യാജ രക്തം പുരട്ടിയതായ കുപ്പായവുമായി കൊണ്ടവർ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ടെന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു കുപ്പായത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്ങനെയാണ് ആ ചരിത്രം വരുന്നതെന്ന് നമുക്കറിയാം. വിശാലമായ ചരിത്രമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് നബിയോട് അതിയായ സ്നേഹമുള്ളവരായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് മകനാകുന്ന മക്കളെക്കാൾ എല്ലാവരെക്കാളും ഏറ്റവും സ്നേഹമുള്ള ആളായിരുന്നു മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ എവിടേക്കും വിടാതെ തന്റെ കൂടെ തന്നെ നിർത്തുന്ന സമയത്ത് സഹോദരന്മാരിൽ ഇത് അസൂയ ഉളവാക്കി. നമുക്കറിയാം, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ പരിചയക്കാര്, അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കുണ്ടാവും. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കേണ്ടി വന്നത്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ കുടുംബങ്ങളിലായിരിക്കും, കുടുംബങ്ങളിൽ നിന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരിൽ നിന്നൊക്കെ നമുക്ക് വേദനകളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ യൂസുഫ് സൂറത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയുമോ? തന്റെ മകനാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിതാവിൽ നിന്ന് അകറ്റാൻ വേണ്ടിക്കൊണ്ട് സഹോദരന്മാർ ഒരു ചതിപ്രയോഗം നടത്തുകയാണ്. എന്താണ് വാപ്പ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ മകനെ പറഞ്ഞയക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വാപ്പയിൽ നിന്ന് സൂത്രത്തിൽ മകനെ അങ്ങോട്ട് പിൻവലിച്ചു കൊണ്ടുപോയിട്ട് കളിക്കാൻ വിട്ടതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിക്കളിച്ചപ്പോൾ അവനെ ചെന്നായ പിടികൂടിയെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു കൊന്നു. ചെന്നായ പിടിച്ചു കൊന്നതിന് ശേഷമുള്ള കുപ്പായമാണ് ഈ കുപ്പായം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം കൊണ്ടുവന്നുകൊണ്ട് പിതാവിനെ കാണിച്ചു കൊടുക്കുമ്പോ ആ കുപ്പായത്തിൽ യാതൊരു കീറലും ഉണ്ടായിരുന്നില്ല. ഊരിയെടുത്ത കുപ്പായത്തിൽ മറ്റൊരു ജീവിയുടെ രക്തം പുരട്ടിക്കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ പിതാവിന്റെ അടുക്കലേക്ക് വന്നത്. ആ ഖമീസിനെ സംബന്ധിച്ച് സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ഖമീസുകളാണ്. അതുകൊണ്ട് ഖമീസിനെ പറ്റി പറയുന്നിടത്ത് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് ഞാൻ
സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി ആ കമീസ്, അങ്ങനെ ഒരു കമീസിനെ സംബന്ധിച്ച് യൂസുഫ് സൂറത്തിൽ പറയുന്നു. ഇനിയോ വേറെ ഒരു കമീസ് കൂടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കേൾക്കാം. യൂസുഫ് സൂറത്തിലെ 25-ാമത്തെ ആയത്തിലൂടെ മറ്റൊരു കമീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. ഇവിടെ ഒരു രസകരമായ കാര്യം സംഭവിക്കുകയാണ്. സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ അരമനയിൽ ഇങ്ങനെ കഴിയുകയാണ്. അസീസ് രാജാവിന്റെ അരമനയിൽ കഴിയുമ്പോൾ അവിടെ രാജാവിന്റെ പത്നിയാകുന്ന സുലൈഖാ ബീവിയുണ്ട്. മഹദിക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് വളരെയധികം സ്നേഹം തോന്നുകയാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആരുമില്ലാത്ത സമയത്ത് പോയിട്ട് നിഷ്ഠൂരമായ ക്രൂരമായ കൃത്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് പിന്നിൽ നിന്ന് പോയിക്കൊണ്ട് പിടിക്കുകയാണ്. പിടിക്കുന്ന സമയത്ത് കമീസിന്റെ പിൻഭാഗം കീറിപ്പോയി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുതറിയോടിയപ്പോൾ വാതിലിനടുത്തേക്ക് അസീസ് രാജാവ് വരികയാണ്. സുലൈഖ എന്ന് പറയുന്ന രാജ്ഞി പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് വേണ്ടാത്ത കാര്യം ചെയ്യിക്കുന്നതിന് നിങ്ങൾ കാണുന്നില്ലയോ? അവനിക്ക് നിങ്ങൾ വ്യക്തമായ വേദനാജനകമായ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസീസ് രാജാവിനോട് പറയുകയാണ്. ഈ സമയത്ത് അസീസ് രാജാവ് പറയുന്നുണ്ട്, നിന്റെ കമീസ്, അവന്റെ കമീസ് പിൻഭാഗത്ത് നിന്നാണ് കീറിയതെങ്കിൽ നിന്റെ അടുക്കലാണ് തെറ്റെന്നും, അവന്റെ കമീസ് മുന്നിലാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവന്റെ അടുക്കലാണ് തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചരിത്രം വിശാലമായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കമീസ് സഹോദരന്മാര് രക്തം പുരട്ടിക്കൊണ്ടുവന്ന കമീസാണ്. രണ്ടാമത് പറഞ്ഞത് സുലൈഖാ ബീവി പിടിച്ചു കീറിയ കമീസാണ്. ഇനി മൂന്നാമതൊരു കമീസിനെ സംബന്ധിച്ചുകൂടി പരിശുദ്ധമായ ഖുർആനിലെ യൂസുഫ് സൂറത്തിലൂടെ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിലെ 93-ാമത്തെ ആയത്തിൽ മറ്റൊരു കമീസ് കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അല്ലാഹു പറയുന്നു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറൻ വഅതൂനി ബിഅഹ്ലികും അജ്മഈൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖമീസ് സഹോദരങ്ങളുടെ അടുക്കൽ കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഖമീസ് നിങ്ങൾ കൊണ്ടുപോയി വാപ്പയുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാപ്പാക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടും. ഏതാണ് വാപ്പ? യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ മൂന്ന് ഖമീസുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് സൂറത്തിലൂടെ പറയുന്ന 3 ഖമീസുകളെ പരിചയപ്പെടുത്തിയതാണ് ഇതിലൂടെ ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഇതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യണമെന്ന് ഉണർത്തുന്നു. പരിപൂർണമായി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി കൊണ്ട് ഇനിയും എനിക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഷെയർ, അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ്, അതുപോലെ നിങ്ങളുടെ കമന്റ് എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അള്ളാഹു നമുക്ക് മഹാന്മാക്കളാകുന്ന അമ്പിയാക്കളുടെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ.